ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യമായി നമുക്ക് വന്നിരിക്കുന്നത് ഹെറോഫൻ്റെ എനർജിയാണ്. ഹെറോഫൻ്റ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഹെറോഫൻ്റ് എപ്പോഴും സന്തോഷം ആസ്വദിക്കാൻ കഴിയും, എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ കഴിയുന്നു. മനസ്സിലായി? എപ്പോഴും ഇങ്ങനെ ആനന്ദത്തിലിരിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണത്? പ്രപഞ്ചത്തിലുള്ള വിശ്വാസമാണ്. മറ്റ് ചിന്തകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിലൊരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അതിലുള്ള ഒരു വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ നമുക്കും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നമ്മളൊന്നും അറിയാതെ, റിയാലിറ്റി എന്താണെന്നറിയാതെ ഇല്യൂഷനിൽ പെട്ട് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മായാലോകത്ത്, പലർക്കും ഒരു മായാലോകത്ത് കഴിയുന്ന എനർജിയാണുള്ളത്. എങ്ങനെ ജീവിക്കണം, നമ്മൾ എന്തിനു വേണ്ടി ജന്മമെടുത്തു, എന്തൊക്കെയാണ് നമ്മളുടെ കടമകൾ, ഇതൊന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എന്താണ് ഇതെന്ന് മനസ്സിലാവില്ല, പ്രപഞ്ചം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ ഇവിടെ ഇത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. അതിലേക്ക് എത്തപ്പെടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ത്യാഗം ചെയ്യേണ്ടതായിട്ടുമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും മാനസികമായിട്ട് സമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ്, അതുവഴി മറ്റ് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ കാണുന്ന ഈ ഒരു ആനന്ദം. ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷത്തെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത്? അതല്ലേ വേണ്ടത്. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, മനസ്സമാധാനമില്ല എങ്കിൽ ആ ജീവിതം എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ ഇവിടെ അതാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. ഇത് പലർക്കും ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി ഇപ്പോഴും പലർക്കും ലഭിച്ചിട്ടുണ്ട്. കാരണം പലരും ഇപ്പോൾ റീഡിംഗ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുവഴി നിങ്ങൾക്കൊരു അതോറിറ്റി പവർ ലഭിക്കുന്നു. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് തന്നെ അഡ്വൈസ് ചോദിക്കാൻ ആൾക്കാരുണ്ടാകും. അതാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം മറ്റുള്ളവരിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു വ്യക്തിത്വം നിങ്ങൾക്കും ഒരുപാട് മാറ്റത്തെ കൊണ്ടുവരുന്നതാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ കാണുന്നത്. ഹെറോഫൻ്റ് എന്ന് പറയുന്നത് അതാണ്. ചിലപ്പോൾ പരമ്പരാഗതമായ ചില കാര്യങ്ങളിലെ ചില ചിട്ടവട്ടങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ളതുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ, ക്ഷേത്ര കാര്യങ്ങളോ അല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങളോ, എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ടാവുക, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മഹത്തരമായ ഒരു കാര്യമല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകുന്നു പലർക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ തീരുമാനങ്ങൾ ഉറച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എന്തോ പുതിയ തുടക്കത്തിലേക്ക് വരാൻ കഴിയുന്നു ഈ ഒരു വ്യക്തിക്ക് എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇതുവരെയും പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയത്. പക്ഷെ ഇവിടെ പ്രശ്നങ്ങൾ ചുറ്റിനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചുറ്റിനുമുണ്ട്. പക്ഷേ എന്തോ ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ എന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ തീരുമാനമാണ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് കിങ് ഓഫ് സോഡ് എന്ന് പറയുന്നത്. കിങ് എന്ന് പറയുമ്പോഴെന്താണ്, വാക്കിന് വിലയുണ്ടാവുന്നു, വാക്കിനും പ്രവൃത്തിക്കും വിലയുണ്ടാവുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് കുറേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം അറിയാൻ കഴിയുന്നുണ്ട്
ഒരു വാക്കിൻ്റെ വില അല്ലെങ്കിൽ പ്രവൃത്തിയുടെ വില, അങ്ങനെ കുറച്ചൊക്കെ നിങ്ങളുടെ സ്വഭാവത്തിലും മാറ്റം വരുത്താൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, അതിനി പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ വിചാരിക്കണം, എന്തെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് പാലിച്ചിരിക്കണം. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം, ഒരുപാട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോഴോ മറ്റുള്ളവർക്ക് വാഗ്ദാനം നൽകാനും പാടില്ല. മനസ്സിലായോ? അത് നിങ്ങൾക്ക് പിന്നീട് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് നമുക്ക് ഒത്തിരി സന്തോഷം വരുമ്പോൾ ഞാൻ അത് നിനക്ക് തന്നേക്കാം, ഇത് തന്നേക്കാം, പക്ഷെ പിന്നീടാണ് നമ്മുടെ സാഹചര്യം ഒത്തുവന്നു എന്ന് വരില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള രണ്ട് തരത്തിലുള്ള വികാരങ്ങൾ വരുമ്പോഴും, അമിതമായ ദേഷ്യം വരുമ്പോഴും അമിതമായ സന്തോഷം വരുമ്പോഴും മറ്റുള്ളവരോട് അധികം സംസാരിക്കാതിരിക്കുക. അത് ഏറ്റവും ഉചിതമായ ഒരു പ്രവൃത്തിയാണ്, ഏറ്റവും ബുദ്ധിപരമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ വേണം നിങ്ങളായാലും മുന്നോട്ട് പോകാൻ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ തീരുമാനങ്ങൾ ഉറപ്പിച്ചെടുക്കുക, അതേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും ശരി, പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നിങ്ങളുടേതായ തീരുമാനത്തിന് ഒരു ഉറപ്പുണ്ടാവണം. അതുവഴിയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് വില തരുന്നത്. മനസ്സിലായി? നിങ്ങളൊരു വാല്യുവബിൾ പേഴ്സൺ ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും നന്നായിരിക്കണം. അവിടെയാണ് മറ്റുള്ളവർ നിങ്ങൾക്കൊരു വില തരുന്നത്. ഇല്ല എങ്കിലോ ഇന്ന് പറയുന്ന വാക്ക് മാറ്റി നാളെ മറ്റൊന്ന് പറയുന്ന ചില ആൾക്കാരെ ആരും ഇഷ്ടപ്പെടില്ല. അവൻ്റെ വാക്കിനൊരു വിലയുമില്ല, പിന്നെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് തള്ളുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് നിങ്ങൾ വിലയുള്ള വ്യക്തി ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ പറയുന്നത് നിങ്ങൾ ഉറച്ചു നിൽക്കാൻ കൂടെ ശ്രമിക്കണം. അതാണ് ഇവിടെ ദ ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ മാറിയിരിക്കുകയാണ്, മറ്റ് പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുന്ന എനർജിയാണ്. കാരണം ഇവിടെ എന്താണ്, സ്വയം പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കുന്നു. സ്വയം പ്രകാശം ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റു ഭൗതിക കാര്യങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളിൽ പലരും ഇപ്പോൾ വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടേതായ എനർജിയാണ്. നിങ്ങളിപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് പോകുന്നു, ഒന്ന് സൈലൻ്റ് ആകുന്നു. ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കാൻ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് മറ്റ് ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാവാം കേട്ടോ. നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഉള്ളിൽ പ്രകാശം നിറയുന്നത്. ആ പ്രകാശത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ആ പ്രകാശത്തെ കണ്ടുകൊണ്ട് അവിടെ നിറയുന്ന ചൈതന്യം അത് ദൈവികമായ ഒരു ചൈതന്യമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ മറികടക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണം, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണോ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ പലരും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് ശാന്തവും സമാധാനവും ഒക്കെയായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. 8 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അവിടെ സോഡ് വന്നിട്ടുണ്ട്. സോഡ് എയർ സൈനാണ്. ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ ഈ ഒരു വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അഭിനിവേശത്തിൻ്റെ കാർഡാണ്, ആവേശമാണ് ഇവിടെ. ഈ ഒരു ആവേശം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു വിധത്തിലും നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ലഭിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കരിയർ സംബന്ധമായ ചില കാര്യങ്ങളിലായാലും മറ്റു ചില റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് അഭിനിവേശം ഉണ്ടാകുന്നു, ആഗ്രഹിക്കുന്നു, പല കാര്യങ്ങൾ അമിതമായി ആഗ്രഹിക്കുന്നു. അവിടെ ഒരു കോൺഫിഡൻ്റ് ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അമിതമായ ആവേശം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സ്വയം കോൺഫിഡൻസ് വർദ്ധിക്കും, അല്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒത്തിരി ആവേശത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു, അവിടെ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു.
ചിലപ്പോൾ പ്രൊമോഷൻ ഉണ്ടാവാം, ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കാനാവാം, ചിലപ്പോൾ ചില യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് മുന്നോട്ടിറങ്ങുന്ന കാര്യങ്ങളൊക്കെയും സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഇവിടെ നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിക്കുന്ന എനർജി ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അവരുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അവരറിയാതെ നിങ്ങൾ അവരോട് സംസാരിക്കുന്നു, നിങ്ങളറിയാതെ അവർ നിങ്ങളോട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കണ്ടില്ല, 2 ത്രാസും ഒരേപോലെ. ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവായാലും പോസിറ്റീവായാലും കാര്യങ്ങളെ ഒരേപോലെ കാണാനുള്ള നിങ്ങളുടെ ഒരു കഴിവ്. അത് തന്നെയുമല്ല, കോടതി വക ചില കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. കാര്യം നിങ്ങളെടുത്തിരിക്കുന്ന തീരുമാനം ഒട്ടും മോശമാകുന്നില്ല. ദൈവികമായ തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. കളങ്കമില്ലാത്ത തീരുമാനമാണ്. മറ്റുള്ളവരോടുള്ള ചതിയും വഞ്ചനയും ഒന്നും നിങ്ങളുടെ മനസ്സിലില്ല. ഏതെങ്കിലും തരത്തിലുള്ള കേസിൽ നിങ്ങളെ മറ്റുള്ളവർ പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു വിജയം വേണം. ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളവരുണ്ടാവാം. ഇനി അതുമല്ല, മറ്റേതെങ്കിലും കാര്യത്തിലുമാകാം. മറ്റുള്ളവർ നിങ്ങളോട് കാണിക്കുന്ന ചില പ്രവർത്തികളുണ്ടല്ലോ, അതൊക്കെ ഈ നീചമായ ചില പ്രവർത്തികളാണ്. നിങ്ങളതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളതിലൊരു ന്യായം കണ്ടെത്തണം, ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കണം എന്നൊക്കെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവികമായ ഒരു സക്സസ് ലഭിക്കുന്നതാണ്. ദൈവികമായ എനർജിയിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് വളരെയധികം ആഗ്രഹത്തോടു കൂടി നോക്കിയിരിക്കുന്നു. അഥവാ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ അതിലേക്കുള്ള നോട്ടമാണ്. ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് വരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാവാം. ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കൂ. ഇൻഡിപെൻഡൻ്റ് ആവുക അല്ലെങ്കിൽ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സാമ്പത്തികമുണ്ടെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൈനീട്ടാതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാതെ നിങ്ങളുടേതായ കാര്യങ്ങൾ സാധ്യമാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് മാനസിക സന്തോഷം ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങാനായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് സോഡ്സ് അല്ലേ, സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കിങ് ഓഫ് സോഡും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഈ 10 ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഈ സോഡ്സ് ഉണ്ടല്ലോ, ഒത്തിരി സോഡ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ആശ്വാസത്തിന് വകയില്ല. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ചീറ്റിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ ഏത് നല്ല വിധത്തിൽ ജീവിച്ചാലും ശരി, എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ശരി, നിങ്ങളുടേതായ ഒരു സമയമുണ്ട്. ഈ ഒരു സമയത്ത് അതിൻ്റെ കർമ്മ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തതിൻ്റെ ഏതായ ഒരു പ്രതിഫലം ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജന്മം അനുഭവിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം ഇത്തരത്തിലായിരിക്കാം ചിലപ്പോൾ. മനസ്സിലായി? നമ്മൾ നല്ല കർമ്മയും ചെയ്തിട്ടുണ്ടാവാം, മോശം കർമ്മയും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അറിയാതെയുമാണ് ഇത് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണ് അനുഭവിക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഇട്ട് മഥിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഒരു വലിയ ഒരു പരാജയത്തിലാണ് പെട്ടിരിക്കുന്നത്. എല്ലാം കൊണ്ട് സാമ്പത്തികമായ പരാജയം വന്നിട്ടുണ്ടാവാം, ഉള്ള ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അതുപോലെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടായിരിക്കാം, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട്
പോയിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ വീട് ആയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കാൻ കഴിയുന്നത്, എന്നിട്ട് അവിടെ നിന്നും നല്ലൊരു വീടിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം. സാമ്പത്തിക ബാധ്യതകൾ നിമിത്തം ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ടാവാം. അതുവഴി മറ്റുള്ളവരുടെ അപവാദങ്ങൾ കൂടി, ഇല്ലാത്ത നുണപ്രചാരണങ്ങൾ നിങ്ങളെക്കുറിച്ച് നടത്തുന്നുണ്ടാവാം. അതുവഴിയും നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉടനെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വരില്ല. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഒരു കാലയളവുണ്ടല്ലോ, ആ ഒരു കാലയളവിനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാലയളവ് ആകുമ്പോൾ ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. 10 എന്ന് പറയുമ്പോൾ 1ൻ്റെ നമ്പർ. 10 എന്ന് പറയുമ്പോൾ എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്, കംപ്ലീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നിങ്ങൾ 1ലേക്കാണ് പോകുന്നത്. ഒരു തുടക്കത്തിലേക്ക് വീണ്ടും നിങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തുടക്കമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പാണ് വരാൻ പോകുന്നത്. അതായത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കുറേശ്ശെ കഷ്ടതകൾ മാറി നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിൽ ഈ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നോക്കാം, കണ്ടില്ലേ? അതിനകത്ത് 10 ഓഫ് സോഡിൻ്റെ എനർജി കഴിഞ്ഞപ്പോൾ 10 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്കാണ് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത്. പറഞ്ഞല്ലോ നമ്മൾ കർമ്മയെല്ലാം കഴിയുമ്പോൾ, അനുഭവിച്ച് തീർക്കുമ്പോൾ, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് തീരുമ്പോൾ നിങ്ങളിവിടെ സന്തോഷത്തിലേക്ക് വരുന്നു. കണ്ടോ? ഇവിടെ നിങ്ങൾക്കൊരു തുടക്കമാണ് വരാൻ പോകുന്നത്. എന്തിൻ്റെ തുടക്കമാണ്? സന്തോഷിക്കാനുള്ളതിൻ്റെ തുടക്കം. ഫാമിലിയുമായി ഒത്തുചേർന്ന് സന്തോഷിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. കാരണം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുക, അതുമല്ല എങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ വേർപിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവർ വന്നു ചേരാനുള്ള എനർജി. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു സമൃദ്ധിയിലേക്ക്, സ്നേഹത്തിൻ്റേതായ സമൃദ്ധിയിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്നു. സ്നേഹത്തിൻ്റെ സമൃദ്ധിയും അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരുന്നു. എല്ലാം കൊണ്ടും നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിങ്ങൾക്കിവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്കാണ്. എന്തൊക്കെയായാലും ജീവിതത്തിൽ കുറേയൊക്കെ അനുഭവിക്കാതെ സന്തോഷങ്ങളിലേക്ക് വരാൻ കഴിയില്ല. എല്ലാവർക്കും എന്നും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. എല്ലാവർക്കും എന്നും ദുഃഖത്തിലാണ്ടിരിക്കാനും കഴിയില്ല. കാരണം അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങൾ കൂടി കുറച്ച് പരിശ്രമം ചെയ്യുക, കുറേ എഫേർട്ട്സ് എടുക്കണം, നിങ്ങൾ കുറച്ചൊക്കെ ത്യാഗം സഹിക്കണം. ആ ത്യാഗം സഹിക്കാനുള്ള മനോഭാവമാണ് ഏറ്റവും വലുത്. അവിടെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കിതെല്ലാ അനുഗ്രഹങ്ങളും തരുന്നത്. മനസ്സിലായി? അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ. ഒരു വിജയത്തിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്കതായ എഫേർട്ട് എടുക്കണം നിങ്ങൾ. ഞാൻ എല്ലാ ദിവസവും ഈ വീഡിയോ കാണുന്നുണ്ട്, എനിക്കിതുവരെ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്? ഇതിലൂടെ നല്ല നല്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വീഡിയോസ് കാണേണ്ടത്. അല്ലാതെ ഇതിൽ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് കുറേ വീഡിയോസ് കണ്ടു എന്ന് കരുതിയിട്ട് ആർക്കും ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അവരവർ ചെയ്ത കർമ്മയുടെ ഫലം അവരവർ അനുഭവിച്ചേ മതിയാകൂ. മനസ്സിലായി? പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരാശ്വാസം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേൾക്കേണ്ടത്, കേട്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കണ്ടില്ലേ? 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 6 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ 6 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ കടന്നുപോയി. ഇതും കടന്നു പോകും. ഞാനിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, എല്ലാം നിങ്ങളിൽ നിന്നും കടന്നു പോകും. നിങ്ങൾ നല്ലൊരു ഉയർച്ചയിലേക്ക് വരും. കാരണം കണ്ടില്ലേ, എന്ന് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കില്ല, മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. അവർ നിങ്ങളെ മുന്നോട്ട് നയിക്കും. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം, ആൻസസ്റ്റേഴ്സിനോട് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് നല്ലത് വരുത്തണമേ. നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പപേക്ഷ ആൻസസ്റ്റേഴ്സിനോട് നിങ്ങൾ നടത്തണം. എന്നിട്ടോ അവർക്ക് നല്ലത് വരുത്താൻ, അവരുടെ കർമ്മങ്ങളിൽ നിന്ന് അവർക്ക് മോക്ഷം കൊടുക്കണമെന്ന് യൂണിവേഴ്സിനോടും പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ വേണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ.
മനസ്സിലായോ? അവർക്ക് വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി അവരോടും പ്രാർത്ഥിക്കുക. ഇത് ഇങ്ങനെ വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇവിടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ നെഗറ്റീവായൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഒരു ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ചിലപ്പോൾ അതിനുള്ള സമയമായെങ്കിൽ നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എനർജിയിലാണ് നിങ്ങളിപ്പോൾ തങ്ങി നിൽക്കുന്നതെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ ഏതൊരു ഫ്രണ്ട്ഷിപ്പിലും നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങണോ, ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമായിരിക്കുന്നു എന്നുള്ളതാണ്, അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാ വിധത്തിലുമുള്ള പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്കിന്ന് യൂണിക്കോൺസിൻ്റെ മെസ്സേജസ് ഒന്ന് നോക്കാവേ. എന്താണ് നിങ്ങളോട് ഇപ്പോൾ യൂണിക്കോൺസ് പറയുന്നത് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് മിറക്കിൾസാണ്, ഉണ്ടല്ലേ? മിറക്കിൾസ് വന്നിട്ടുണ്ട്, സൈക്കിൾസ് വന്നിട്ടുണ്ട്. ഒരെണ്ണം 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വന്നിരിക്കുന്നത് സൈക്കിൾസ് എന്ന് പറയുമ്പോൾ എവരിതിങ് ഹാസ് ഇറ്റ്സ് റൈറ്റ് ടൈം ഉണ്ട്. ഇത് സൈക്കിൾസ് ഓഫ് യുവർ ബോഡി ടൈം ഇൻ ടു ദ മൂൺസ് മാജിക്. ഇവിടെ മാജിക്ക് പോലെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നിട്ട് എങ്ങനെയാണത്? അതിൻ്റേതായ റൈറ്റ് ടൈമിൽ നിങ്ങൾ അനുഭവിക്കേണ്ട സന്തോഷം നിങ്ങൾക്ക് എത്തിച്ചേരും. മനസ്സിലായി? എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തനുഭവിച്ചോ ജീവിതത്തിൽ അതിന് ഒരു നല്ല സമയം നിങ്ങൾക്ക് വരാതിരിക്കില്ല. അതാണ് ഇവിടെ യൂണിക്കോൺസ് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലും വിഷമം അനുഭവിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയമൊക്കെ കടന്നു പോകും. നിങ്ങൾക്കൊരു സന്തോഷത്തിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്ട്രെങ്താണ്. ദിസ് ചലഞ്ച് വിൽ മേക്ക് യു സ്ട്രോങ്. ഇവിടെ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ വെല്ലുവിളികളുണ്ടോ, ഈ വെല്ലുവിളികൾ എന്തിനാണ് നിങ്ങൾക്ക് വരുന്നത്? നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മാറ്റാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്നതാണ്. ചലഞ്ചസ് ഇല്ല, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്? നിങ്ങൾ അതേ എനർജിയിലിരിക്കുകയല്ലേ ചെയ്യൂ. എന്നും നിങ്ങൾക്ക് സുഖമാണ്, കഴിക്കുന്ന ഭക്ഷണമുണ്ട്, മറ്റ് പല കാര്യങ്ങളുമുണ്ട്, എന്നും നിങ്ങൾ സുഖത്തിലിരിക്കുകയാണ്. പക്ഷെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അത് പറ്റുമോ? നിങ്ങൾക്കൊന്ന് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ചുകൂടി മാനസികമായി ശാരീരികമായിട്ടും സ്ട്രോങ് ആവണമെങ്കിൽ നിങ്ങൾക്കവിടെ പ്രതിസന്ധികൾ വന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികൾ വന്ന് നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്ന കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിക്കോൺസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ജെൻറ്റിൽനെസ് ആണ് വന്നിരിക്കുന്നത്. ബി കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് എൽഡേഴ്സ്. യുവർ ജെൻറ്റിൽനെസ് സ്പീക്ക് വേർഡ്സ് ഓഫ് ലവ്. നിങ്ങൾ സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജെൻറ്റിൽനെസ് ആണ്. അപ്പോൾ സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം മനസ്സിലായി. നിങ്ങളോടും മറ്റുള്ളവരോടും ദയ കാണിക്കണം. അത് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങൾ വിചാരിക്കും ഒരു അല്പം പോലും ദയ കാണിക്കില്ല ചില വ്യക്തികൾ പാവങ്ങളോടൊന്നും. അത് പാടില്ല. നിങ്ങളോട് ദയ കാണിക്കുന്നു, നിങ്ങളെന്ന വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, ദയയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളോടും അത് ഉണ്ടാവണം, അത് തോന്നിക്കണം. അത് ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നതാണ്. ഈ ഒരു സ്നേഹവും ദയയും കരുണയും എല്ലാം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ദയയും അനുകമ്പയും ഒക്കെ പാലിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ മിറക്കിൾസാണ്. ഹൗ ഫെയ്ത്ത് ദാറ്റ് യുവർ മിറക്കിൾ ഓൺ ദ വേ. അപ്പോൾ നിങ്ങൾ ഒരു ഫെയ്ത്ത് വയ്ക്കുക, നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കും എന്ന്.
മനസ്സിലായി? സറണ്ടർ ടു ലവ്. ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. മനസ്സിലായി? നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ചെയ്വനകളും എല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ വഴിയേ കൂടെ അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾസ് സംഭവിക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചില അതിശയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അത് അതിൻ്റെ വഴിയേ വരും. അത് എപ്പോൾ സംഭവിക്കണമോ, എപ്പോൾ നിങ്ങൾക്കത് ലഭിക്കണമോ, ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കണമോ, അത് ആ സമയത്ത് സംഭവിച്ചിരിക്കും. അല്ലാതെ അതിനായിട്ട് ആരും കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ എത്തേണ്ട കാര്യങ്ങൾ എത്തേണ്ട സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളിലേക്ക് അതിശയങ്ങൾ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.